ഈ കുറുവ സംഘത്തെ ആലപ്പുഴ മണ്ണഞ്ചേരിയിലെത്തിയത് സന്തോഷ് ശെൽവം എന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു. നിർണായകമായത് ശരീരത്തിലെ ടാറ്റു കുത്തിയൊക്കെ ഇറങ്ങിയത് കേട്ടോ. മോഷണത്തിനിടെ ശരീരത്തെ ടാറ്റു കണ്ടതായി പോലീസിന് മൊഴി ലഭിച്ചിരുന്നു. മാത്രമല്ല ഒരു ട്രെയിനർ അദ്ദേഹം ഇവരുടെ മൂക്കിൻ്റെ പാലം ഇടിച്ച് നിരത്താൻ ശ്രമിച്ച് ഒരു ഇടി കൊടുത്തിരുന്നു. അതിൻ്റെ പരിക്ക് പറ്റിയിരുന്നു. പുന്നപ്പുറയിലെ കുറുവാ സംഘമെന്ന് സംശയിക്കുന്നവരുടെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്യുകയാണ്. പുന്നപ്പുറയിലെ കുറുവാ സംഘത്തിൻ്റെ മോഷണം CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ മോഷണം നടത്തിയ കുറുവാ സംഘത്തിലെ അംഗം തന്നെയാണ് ഈ സന്തോഷ് ശെൽവം എന്ന് പോലീസ് ഉറപ്പിച്ചു എന്ന വാർത്തയാണ്. മോഷണത്തിനായി ദേശീയപാതയിൽ നിന്ന് ഇയാൾ റോഡിലേക്ക് ഓടിക്കയറുന്ന ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു. എന്തായാലും ഈ സന്തോഷ് ശെൽവം ഇന്നലെ കൊച്ചിയിൽ നിന്ന് പിടികൂടിയ കുണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിടികൂടിയ ഈ സന്തോഷ് ശെൽവം തന്നെ കുറുവ ഭടനാണ് എന്ന് മനസ്സിലായി. ഈ മോഷ്ടാവ് ഈ രാത്രിയിൽ മണ്ണഞ്ചേരിയിൽ മോഷണത്തിനിറങ്ങിയ ആൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കാരണം നമ്മുടെ പോലീസ് ഒരു പടി മുന്നിൽ പോയിരിക്കുന്ന കുറുവ സംഘത്തെ പിടികൂടുന്നതിൽ. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിപാൽ ഈ പോലീസ് ഉറപ്പിച്ചതിന് ശേഷം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നു. മനീഷ് മഹിപാൽ, ഗുഡ് മോർണിംഗ്. മനീഷ്, യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഉറക്കം കെടുത്തിയ ഒരാൾ പിടിയിലായി. അയാൾ തന്നെയാണ് കുറുവ സംഘത്തിലെ ഒരു പ്രധാനി എന്ന് പോലീസ് കണ്ടെത്തുന്നു. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? പറയൂ. SKN, ഇത് അന്വേഷണ സംഘത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയതിൽ ഒരാൾ സന്തോഷ് ശെൽവമാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം ഈ പല ഘട്ടങ്ങളിലും മോഷ്ടാവ് വീട്ടിലെത്തിയപ്പോൾ മുഖം കണ്ടില്ലെങ്കിലും പക്ഷേ ഇയാളുടെ ശരീരത്തുള്ള ഒരു ടാറ്റു പലരും മൊഴിയായി പോലീസിനോട് പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു ടാറ്റു ഇയാളുടെ ശരീരത്തിൽ കണ്ടു എന്നും ഒപ്പം മറ്റ് ദൃക്സാക്ഷികൾ പറഞ്ഞ ഇയാളുടെ ഒരു ശരീരഭാഷ അടക്കം പോലീസ് പരിശോധിച്ചുകൊണ്ട് ഇയാളുടെ CCTV ദൃശ്യങ്ങളിൽ നിന്നൊരു സ്റ്റില്ല് പോലീസ് തയ്യാറാക്കുകയും ഈ പറയുന്ന ശരീരത്തെ ടാറ്റു സംബന്ധിച്ചുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്ക് അടക്കം വ്യാപിച്ചു. അങ്ങനെ തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇത്തരത്തിൽ കയ്യിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ടാറ്റു പതിച്ച ആളെ പറ്റിയുള്ള അന്വേഷണത്തിൽ നിന്നാണ് മാസങ്ങൾക്ക് മുൻപ് അവിടെ തിരുച്ചിറപ്പള്ളി സ്റ്റേഷനിൽ മോഷണ കേസിൽ പ്രതിയായിട്ടുള്ള സന്തോഷ് ശെൽവം, തിരുച്ചിറപ്പള്ളി സ്വദേശിയാണ്, ഇയാളെ പറ്റിയുള്ള വിവരം തമിഴ്നാട് പോലീസ് ഈ നിലവിലുള്ള ആലപ്പുഴയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നതും പ്രത്യേക അന്വേഷണ സംഘത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് ഇയാൾ കുറച്ച് മാസങ്ങളായി ഈ എറണാകുളത്തെ കുണ്ടന്നൂർ പാലത്തിന്റെ താഴെ സ്ലിപ്പ് റോഡിന്റെ സമീപത്ത് ഈ ഉൾനാടൻ മീൻ പിടിക്കുന്ന സംഘമുണ്ട്. ഇവർക്കൊപ്പം ചില മോഷ്ടാക്കളുണ്ട്. അവിടെ ഈ സന്തോഷ് ശെൽവത്തെ പോലെ ഒരാളെ കണ്ടതായി ഈ അന്വേഷണ സംഘത്തിന് വിവരം ലഭിക്കും. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസും ഒപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘവും ഇന്നലെ ഉച്ചയോടുകൂടി ഇവിടെ എത്തി ഇവരെ നിരീക്ഷിച്ചു. കുണ്ടന്നൂരിലെത്തി ഇവരെ നിരീക്ഷിച്ചു. വൈകിട്ടോടെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കാമെന്ന ബോധ്യത്തോടുകൂടി നിന്നപ്പോഴാണ് പക്ഷേ ഇവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ ഇവിടെ ഭാര്യ, സ്ത്രീകളടക്കം ഈ അന്വേഷണ സംഘത്തെ എതിർക്കുകയും ഇവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇയാൾ ഓടി ഒളിക്കുകയായിരുന്നു സന്തോഷ് ശെൽവം. എന്തായാലും സന്തോഷ് ശെൽവത്തിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആലപ്പുഴ ട്രെയിനിങ് ക്യാമ്പിൽ, അതായത് ഈ ട്രെയിനിങ് ക്യാമ്പിലേക്കാണ് നേരെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. പോലീസ് സംഘം പ്രത്യേക ചോദ്യം ചെയ്യാനായി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കൂടെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ സംബന്ധിച്ച് എന്താണ് അയാൾക്ക് ഈ മോഷണമായിട്ടുള്ള പങ്ക് എന്ന് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഈ ഘട്ടത്തിൽ പോലീസ് അറിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മണ്ണഞ്ചേരിയിലെ മോഷണത്തിൽ ഈ സന്തോഷ് ശെൽവം ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഒപ്പം തന്നെ പുന്നപ്രയിലും മണ്ണഞ്ചേരിയിലും മോഷണം നടത്തിയിട്ടുള്ള 2 സംഘമാകാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. ഈ ചില ദൃശ്യങ്ങൾ നമ്മൾ കാണുന്ന കുറച്ച് പ്രായം കൂടിയ മോഷ്ടാക്കളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയത് മറ്റൊരു സംഘമാകാം. ചിലപ്പോൾ ഇവരുമായി പോകുന്ന ആളുകളായിരിക്കാം. പക്ഷേ ഈ മണികണ്ഠൻ സഹായിയാണോ, ഇയാൾക്ക് ഈ മോഷണ സംഭവങ്ങളുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നു. എന്താണെങ്കിലും ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഇവരെ പോലീസ് ഇന്നലെ കോടതിയിൽ മജിസ്ട്രേറ്റിനടുത്ത് ഹാജരാക്കാൻ ഇന്നുള്ള നീക്കത്തിലേക്ക് പോലീസ് പോവുകയില്ല സാധാരണഗതിയിൽ. ഇന്ന് നിലവിൽ ഈ കസ്റ്റഡിയുള്ള പ്രതികളെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണെങ്കിലും സന്തോഷ് ശെൽവം ഇതിൻ്റെ മുഖ്യ ആളാണ്. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. എറണാകുളം കേന്ദ്രീകരിച്ച് മാസങ്ങളായി ഇയാൾ
അവിടെയുണ്ട്. ട്രെയിൻ മാർഗമാണ് ആലപ്പുഴയിലേക്ക് എത്തുന്ന അടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ലഭ്യമായിട്ടുള്ളത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലായിരിക്കും എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ മോഷണങ്ങൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാവുക. അപ്പോഴാണ് പുന്നപ്രയിലെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. SK. ഓക്കെ, താങ്ക് യു മനീഷ് മഹിവാൽ. യഥാർത്ഥത്തിൽ ഈ ആലമ്പുഴ ബണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയ കുറുവ സംഘത്തിലെ ഒരാൾ സന്തോഷ് സെൽവം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് ഈ മണ്ണഞ്ചേരിയിലെ പോലീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് കൊച്ചിയിലെ കുണ്ടന്നൂരിൽ നിന്ന് 6:30 മണിയോടെ ഈ സന്തോഷ് സെൽവത്തെ പോലീസ് പിടികൂടുന്നത്. എന്നാൽ ഇയാൾ വളരെ തന്ത്രപൂർവ്വം വിലങ്ങണിയിച്ച ഈ സന്തോഷ് സെൽവം ഈ പോലീസ് ജീപ്പിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് കളയുകയായിരുന്നു. എന്നാൽ 4.5 മണിക്കൂർ നീണ്ടുപോയ ദൗത്യത്തിനൊടുവിൽ ഇയാളെ പൊക്കി പോലീസ്. യഥാർത്ഥം നമ്മുടെ പോലീസിന് വളരെ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ഒരു പഴുതും ബാക്കി വയ്ക്കാതെ കാടടച്ചുള്ള അവരുടെ പഴുതില്ലാത്ത അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞ. മാത്രമല്ല, കുണ്ടന്നൂരിൽ താമസിക്കുന്ന കുറേ തമിഴ്നാട് സ്വദേശികൾ ഇയാൾക്ക് എല്ലാവിധമായ സംരക്ഷണങ്ങളും ഒരുക്കിയിരുന്നോ എന്ന് പോലീസിന് ഇപ്പോൾ സംശയമുണ്ട്. ഈ കുണ്ടന്നൂരിലെ പ്രതികളെ പിടികൂടി പ്രതി രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച സ്ഥലത്ത് നിന്ന് നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമ്മുടെ പോലീസിന് അഭിമാനിക്കാൻ വളരെയേറെ കാര്യമുണ്ട്. തീർച്ചയായിട്ടും അവർ കൈവിട്ടില്ല. നിരാശപ്പെടാതെ 4.5 മണിക്കൂറോളം നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് ഇവനെ കസ്റ്റഡിയിലെടുക്കുന്നത്. കുറച്ചധികം ദിവസങ്ങളായി മണ്ണഞ്ചേരിയിലും ആലപ്പുഴയുടെ മറ്റു ഭാഗങ്ങളിലും നമ്മുടെ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ ഒരു കുറുവാക്കാരനെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ഈ കുറുവാക്കാരൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നതിന് മുമ്പ് കുണ്ടന്നൂരിൽ എന്താണ് നടന്നത്? SK, ഗുഡ് മോർണിംഗ്. എന്തായാലും നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കള്ളനെ പോലീസിനെ പിടികൂടാൻ സാധിച്ചു. മാത്രമല്ല, മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് പോലീസിനെ ഏറെ നാടകീയമായി ഈ സംഘത്തെ പിടികൂടാൻ സാധിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുണ്ടന്നൂർ പാലത്തിന് മുകളിലാണ്. ഈ കാണുന്ന ടെന്റിൽ, അതായത് ഇവിടെ നാടോടികളിൽ തന്നെ താമസിക്കുന്ന സ്ഥലമാണ്. ഈ കാണുന്ന ടെന്റിലാണ് ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 7 മണിക്കൂർ തന്നെ സന്തോഷ് സെൽവത്തെയും മണികണ്ഠനെയും പോലീസ് പിടികൂടിയത്. അതിനുശേഷം ഇവിടെ വെച്ച് പോലീസിന്റെ കൈവിലങ്ങ് അണിയിക്കവേ പോലീസിൽ നിന്നും പിന്നീട് ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവരോടൊപ്പം സ്ത്രീകൾ ചേർന്ന് പോലീസിനെ കയർക്കുകയും അതോടൊപ്പം ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിനിടയിൽ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഇവർ ഓടി ഒളിച്ചത്. എന്തായാലും ഈ ടെന്റിനകത്ത് ഒരു കുഴി കുഴിച്ച് ആ കുഴിക്കകത്ത് ഒരു ടാർപോളിംഗ് കൊണ്ട് മൂടിയാണ് ഈ പ്രതികൾ ഇവിടെ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് എത്തിയപ്പോൾ തന്നെ പോലീസിനെ ആക്രമിക്കാനുള്ളൊരു രീതിയിലായിരുന്നു പ്രതികളുടെ ഒരു നടപടി ഉണ്ടായത്. അതിനുശേഷം എന്തായാലും ഈ സ്ത്രീകളടക്കം പോലീസിനെ ആക്രമിക്കുന്നതിനിടയിൽ പ്രതി ഓടി രക്ഷപ്പെട്ടു. ഈ കാണുന്ന ചതപ്പുള്ള പ്രദേശത്ത്, അതായത് ഈ രാത്രി ഏറെ വൈകിയും പോലീസ് പരിശോധന നടത്തിയ സ്ഥലമാണിത്. പിന്നീട് ആ കാണുന്ന സ്ഥലം, അതായത് ആ മതിലിനോട് ചേർന്നുള്ള സ്ഥലത്ത് വെച്ചാണ് പോലീസിനെ ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ ഈ സന്തോഷ് സെൽവത്തെ പിടികൂടാൻ സാധിച്ചത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ, ഒരുപക്ഷെ പോലീസിനെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘം ആക്രമിച്ചു. പ്രതി അവിടെ രക്ഷപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും പോലീസ് സംബന്ധിച്ച് വലിയ നാണക്കേടാണ്. ആ നാണക്കേട് മറച്ചുവെക്കുന്ന തരത്തിലുള്ള ഒരു പരിശോധന പോലീസ് ഈ മേഖല പൂർണ്ണമായി നടത്തിയിരുന്നു. ഏതാണ്ട് 4 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ് പോലീസിനെ ഇവിടെ വെച്ച് സന്തോഷ് സെൽവത്തെ പിടികൂടാൻ സാധിച്ചത്. ഈ പ്രദേശത്തെ സാഹചര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. കുറ്റിക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ്, ചതുപ്പ് പ്രദേശമാണ്. വളരെ ദുഷ്കരമായ രീതിയിലാണ് പോലീസിന്റെ ഇന്നലെ രാത്രിത്തെ പരിശോധന ഈ മേഖലയിൽ നടന്നത്. ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമേ ഈ സ്ഥലത്തെ പറ്റി പരിചയമുണ്ടാവുകയുള്ളൂ. മറ്റാർക്കൊന്നും തന്നെ ഇവിടെയുള്ള ഈ സ്ഥലത്തെ പറ്റി യാതൊരു ധാരണയും ഉണ്ടാകില്ല. എന്തായാലും പോലീസ് ഈ പ്രദേശമാകെ പരിശോധന നടത്തി. തൊട്ടപ്പുറമുള്ള ഈ കായലിനപ്പുറമുള്ള ഈ ആളൊഴിഞ്ഞ കെട്ടിടത്തിലടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു. എന്തായാലും പോലീസിന് ഒരു നിഗമനം ഉണ്ടായത് പ്രതി അധിക ദൂരം പോകാൻ സാധ്യതയില്ല. കാരണം അയാൾ നഗ്നനായിരുന്നു, അതോടൊപ്പം തന്നെ കൈവിലങ്ങുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ദൂരം പോകാൻ സാധ്യതയില്ലാത്തൊരു പശ്ചാത്തലത്തിൽ പോലീസ് പ്രധാനമായും ഈ പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. ആ തിരച്ചിലിനൊടുവിലാണ് രാത്രി 11 മണിയോടെ തന്നെ പോലീസിനെ ഇയാളെ പിടികൂടാൻ സാധിച്ചത്. അതിനുശേഷം നേരെ മണ്ണഞ്ചേരിയിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യലിന് ഒടുവിൽ നമുക്കിപ്പോൾ നിരവധി വിശദാംശങ്ങളാണ് എന്തായാലും ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അന്വേഷണ സംഘമായും വിശദമായ ചോദ്യം ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഒരു ആശ്വാസകരമായ കാര്യം, നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കള്ളനെ പോലീസിന് അതിസാഹസികമായി പിടികൂടാൻ സാധിച്ചു. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 7 മണിയോടുകൂടിയായിരുന്നു ഇയാളെ ഇവിടെ വെച്ച് പിടികൂടിയത്. അതിനിടയിലാണ് പിന്നീട് പോലീസിനെ ആക്രമിച്ചുകൊണ്ട് പിന്നീട് പ്രതി അവിടുന്ന് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിന് ശേഷം ഈ പ്രദേശത്ത് വെച്ച് എന്തായാലും പോലീസ് ഇന്നലെ പിടികൂടിയിരുന്നു. അതോടൊപ്പം തന്നെ പോലീസിനെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ആക്രമിച്ചിരുന്നു. അവരെ മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ശേഷം അവരെ വിട്ടയക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എന്തായാലും ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സംഘത്തിന് ഈ സന്തോഷ് സെൽവവുമായി മറ്റ് ഈ മോഷണവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ല എന്നാണ് പോലീസിന് പ്രാഥമിക ലഭിച്ച വിവരം. കൂടുതൽ വിശദമായി ചോദ്യം ചെയ്താലും ഇനിയുള്ള മണിക്കൂറുകളിൽ നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ ഇപ്പോൾ ആശ്വാസകരമാണ്. പോലീസ് സംബന്ധിച്ചാണെങ്കിൽ ഏറെ അഭിമാനകരമായ ഒരു നടപടിയാണ് ഇന്നലെ രാത്രി ഈ കുണ്ടന്നൂരിലെ ഈ ചതുപ്പ് പ്രദേശത്ത് നടത്തിയ പോലീസിന്റെ തിരച്ചിലിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചതോടുകൂടി ഉണ്ടായിരിക്കുന്നത്.
ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മണ്ണഞ്ചേരിയിൽ കുറുവാ സംഘം മോഷണം നടത്തി നാട്ടുകാരെ വിറപ്പിച്ച, നാട്ടുകാർ ഉറക്കം കെടുത്തിയ കുറുവാ സംഘത്തിലെ പ്രധാനികളിൽ ഒരാളാണ് ഈ ഇന്നലെ കുണ്ടന്നൂരിൽ നിന്ന് പോലീസ് പിടിച്ച സന്തോഷ് ശെൽവമെന്ന് പോലീസ് ഇന്ന് വെളുപ്പിനെ ഉറപ്പിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല, ഈ കുറുവാ സംഘം കുറച്ചധികം ദിവസങ്ങളായി എറണാകുളം ജില്ലയിലെ പറവൂരിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും ഒക്കെ തന്നെ വിളയാടി ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയായിരുന്നു. അതിനിടയിലാണ് സർവ്വ പോലീസ് സന്നാഹവുമായി അവർ ഈ കുറുവാ വേട്ടയ്ക്ക് ഇറങ്ങിയതും നമ്മുടെ സംഘവും ശരിക്കും ഈ കുറുവാ സംഘത്തെ തേടി ഒരു രാത്രി മുഴുവൻ ഈ മണ്ണഞ്ചേരി ഭാഗങ്ങളിൽ അലഞ്ഞിരുന്നു. പ്രേക്ഷകർ നമ്മളത് കാണിച്ചിരുന്നു. എന്തായാലും ഈ കുണ്ടന്നൂരിലെ, അതായത് ഈ പ്രതി ചാടിപ്പോയ സ്ഥലത്ത് നിന്നാണ് നമുക്കിപ്പം നിതിൻ അംബുജൻ ചേർന്നത്. എന്തായാലും വളരെ നമുക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഈ കുറുവാ സംഘത്തിൽ ഈ പിടിക്കപ്പെട്ട പ്രതിയിൽ നിന്ന് മറ്റൊരു പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ കൂടി പോലീസിൻ്റെ കസ്റ്റഡിയിൽ, മണികണ്ഠൻ എന്നാണ് അയാളുടെ പേര്. അയാൾ മണി പോലെ കണ്ടമുള്ളവനല്ലെങ്കിലും അയാൾക്ക് ഈ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ കാര്യം പറയാൻ പറ്റൂ. ഇയാൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയത് ഇയാൾ ജെട്ടി മാത്രമേ ഇട്ടിരുന്നുള്ളൂ. അപ്പോൾ ജെട്ടിയിട്ട ഒരാൾ, കയ്യിൽ ടാറ്റ് കുത്തിയ ഒരാൾ, പോലീസിന് സംശയമുള്ള ഈ CCTV ദൃശ്യങ്ങളുടെ പുറത്തു വന്ന ഒരാൾ, ഒരുപാട് മണിക്കൂർ സഞ്ചരിച്ചെങ്ങും പോകാൻ കഴിയാത്ത, എറണാകുളം നഗരത്തിൽ ചുറ്റിത്തിരിയാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് അയാൾ തന്ത്രപൂർവ്വം ഒളിച്ചിരിക്കുകയായിരുന്നു. ആ ഒളിത്താവളത്തിലേക്കാണ് ഇന്നലെ നമ്മുടെ ദൗത്യ സംഘം, ശരിക്കും ഈ കുറുവാ ദൗത്യ സംഘം കടന്നു ചെന്നതും ഈ പ്രതിയെ പൊക്കി മണ്ണഞ്ചേരിയിലേക്ക് അവർ കൊണ്ടുപോയതും. ഒരിക്കൽ കൂടി നമ്മുടെ പോലീസിന് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യം. പ്രസീത പ്രവീൺ, ഇന്നെന്താ മുണ്ടെടുക്കാത്ത? SKൻ്റെ കളക്ഷൻ കഴിഞ്ഞു, എന്നാലും സൂപ്പറാ. ഞാൻ നീലച്ചെറുത്തുകാരിയാണ്. ഹായ് പ്രസീത, ശരിക്കും നമ്മുടെ ഈ കുറുവാ സംഘത്തിൻ്റെ അത്രയും റേഞ്ച് ഇല്ലെങ്കിലും ഈ അനുകർത്താക്കളെ കൊണ്ട് എനിക്ക് പൊറുതിമുട്ടിയിരിക്കുക. നമ്മൾ എന്ത് കാണിച്ചാലും അത് അടിച്ചു മാറ്റുന്ന ഒരു സംഘം. കുറുവയല്ല, പക്ഷേ കുറുവയെക്കാളും ഭേദമല്ല ഇവരുടെ മനോഭാവം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിലൊരു ഗുരുവുണ്ട്. സൂര്യ TV-യിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ക്ലമൻ്റ് ഉണ്ട്. അദ്ദേഹം ഇപ്പോഴും സൺ TV-യിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഒരു കാലത്ത് ഞങ്ങൾ തമ്മിലായിരുന്നു മത്സരം. ഞാൻ ഏഷ്യാനെറ്റിൽ, അദ്ദേഹം സൂര്യ ടെലിവിഷനിൽ. അപ്പോൾ ഈ ശനിയും ഞായറും എന്നെ ഇട്ട് ഓടിക്കാൻ വേണ്ടി അദ്ദേഹം ഈ സൂര്യയിൽ ഒരു ട്രെയിലർ അങ്ങ് കൊടുക്കും. വരുന്നു തിങ്കളാഴ്ച മുതൽ സൂര്യ TV-യിൽ രാത്രി 7:30. ഞാൻ നെട്ടോട്ടം 7:30 മണിക്ക് ഇങ്ങനെ എന്തോ പരിപാടി ഇടാൻ പോകുന്നു. ക്ലമൻറ്റിനെ ഞാൻ പലപ്പോഴും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ കാണും വലിയ ബഹുമാനമാണ്. അതുകൊണ്ട് ഞാൻ 2 ദിവസം ശനിയും ഞായറും ഓടിക്കഴിയുമ്പോൾ തിങ്കളാഴ്ച ട്രെയിലർ അങ്ങ് അപ്രത്യക്ഷമാകും. എൻ്റെ പണിയും തീരും. പിന്നെ തിങ്കളാഴ്ച അവർ ഏത് പരിപാടി കൊടുത്തുകൊണ്ട് ആ പരിപാടി തുടരും. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ട്രെയിലർ ഉണ്ടാക്കിയിടുമായിരുന്നു. അപ്പോൾ ഒരു രീതിയിലും അദ്ദേഹത്തിന് എനിക്ക് പിടിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിൽ വിചാരിച്ച് അനുകർത്താക്കളോട് പരസ്യമായി അംഗം വെട്ടാൻ തീരുമാനിച്ചിറങ്ങിയിരിക്കുക ഞാൻ ഇന്ന് മുതൽ. ഞാൻ ചിലപ്പോൾ മുണ്ടേ കയറും, ചിലപ്പോൾ പാൻഡേ കയറും, ചിലപ്പോൾ ഞാൻ ബർമുഡയിൽ കയറും. അപ്പോൾ ഏത് രീതിയിൽ കയറും എന്നുള്ളത് പ്രവചനാതീതമായിട്ട് തുടരും. മാത്രമല്ല, നമ്മുടെ പരിപാടികളിലൊക്കെ തന്നെ അനുകർത്താക്കളെ 4 അടി അകലത്തിൽ നിർത്തുന്ന രീതിയിലുള്ള പരിപാടികളിലേക്ക് നമ്മളൊരു ദിശാമാറ്റം നടത്തും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെയും അടിച്ചു മാറ്റി ഈ ഡ്യൂപ്ലിക്കേറ്റുകാർ സൂക്ഷിച്ചോളൂ. നിങ്ങൾ എപ്പോഴും അറിയേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാർത്താ ചാനൽ മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ. കാരണം ഒരേ കളറിൽ വരും. ചിലപ്പോൾ എന്നെപ്പോലെ ഒരാളെ AI ഉപയോഗിച്ച് ചിലപ്പോൾ പ്രതിഷ്ഠിച്ചെന്ന് വരും. നെറികെട്ട ഒരുപാട് കലാപരിപാടികൾ ഇവരൊക്കെ ചെയ്തെന്ന് വരും. നമ്മൾ കരുതിയിരിക്കുക. ഇത് ആസുരകാലമാണ്. എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരുടെ എണ്ണം നമുക്ക് ചുറ്റും കൂടി വരികയാണ്. അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രോത്സാഹിപ്പിച്ചാൽ അവർ നമ്മുടെ വീട് കയറി പ്രശ്നം ഉണ്ടാക്കും.